ബി.ജെ.പി. സ്ഥാനാർത്ഥി ശ്രീലേഖ അടക്കമുള്ളവർ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു സർവേ ഫലം ഫേസ്ബുക്കിലൂടെയെല്ലാം പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ വാസ്തവമുണ്ടോ ആ കണക്കിൽ? ഇപ്പോൾ അതിനെതിരെ LDFും UDFും എല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചട്ടവിരുദ്ധമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ നാം കണക്കിലേക്ക് വരികയാണെങ്കിൽ ആ കണക്ക് എങ്ങനെ നോക്കിക്കാണുന്നു? ഇതിൽ രണ്ട് ഭാഗമായിട്ട് നമുക്ക് തിരിക്കുക. ആദ്യം കണക്കിലെ സത്യസന്ധതയും അവസ്ഥയും നമുക്ക് നോക്കാം. രണ്ടാമത്തേത് അതിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ നിയമപരമായ പ്രശ്നങ്ങളെക്കുറിച്ചോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വിശകലനം ചെയ്യാം. ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് 65 സീറ്റ് വരെ അല്ലേ, 60 മുതൽ 65 വരെ കിട്ടാം എന്നുള്ളതാണ്. അത് ഒരു ഏത് BJP പ്രവർത്തകനും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം 80ഓളം വാർഡുകളിൽ 101 വാർഡുകളുണ്ടെങ്കിൽ 80ഓളം വാർഡുകളിൽ കടുത്ത പോരാട്ടം നടത്താൻ ഇത്തവണ BJP കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അവർ 20 തോൽക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്നത് അവരുടെ അവകാശം. പക്ഷേ 20 അല്ല എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള പാഠം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കഴിഞ്ഞ തവണത്തെ 34 അല്ലെങ്കിൽ 35 തന്നെ കൂട്ടിക്കും, 35 സീറ്റിൽ ഒരെണ്ണം ശ്രീവരാഗത്ത് പോയല്ലോ, അത് കുറച്ചാൽ 34ആണുള്ളത്. ഇനി 34 എന്ന് വെച്ചാൽ പോലും അതിലൊരു 10 സീറ്റോളം അവർ നിലവിലെ 10 സീറ്റുകൾ പരാജയപ്പെടാൻ മാക്സിമം സാധ്യതയുണ്ട്. ചിലർ 12 വരെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മാക്സിമം 10 സീറ്റാണ് അവർക്ക് നഷ്ടപ്പെടാൻ സാധ്യത. പക്ഷെ അവർ തിരിച്ചു പിടിക്കാൻ സാധ്യതയുള്ള 22ഓളം സീറ്റുകളുണ്ട്. അതായത് കഴിഞ്ഞ തവണ അവർ ജയിക്കാതെ പോയ ഈ 35-ൽ 65 സീറ്റുകൾ ബാക്കി കിടപ്പുണ്ടല്ലോ, ആ 65-ൽ 22 സീറ്റുകൾ കൂടി അവർ തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ നഷ്ടം 10 കഴിഞ്ഞാൽ പിന്നെ 12 അല്ലേ, ആ 12 കൂടെ കൂട്ടിയാൽ ഏതാണ്ട് 47 സീറ്റുകൾ BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പിടിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ നടത്തിയ ഒരു ചെറിയ വിശകലനത്തിൽ നിന്നും റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രതിനിധികളുമായിട്ടൊക്കെ സംസാരിച്ചതിൽ നിന്നും ഫീൽഡിൽ നിന്നുമുള്ള എൻ്റെ ഒരു നിഗമനം. 47 സീറ്റുകൾ അവർക്ക് ഏതാണ്ട് വിജയിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഇന്നുള്ളത്. അതോടൊപ്പം 10ഓളം സീറ്റുകളിൽ അതിഭീകര ത്രികോണ മത്സരം എന്ന് വെച്ചാൽ തീപാറുന്ന ത്രികോണ മത്സരം 10ഓളം സീറ്റുകളിൽ നടക്കുകയാണ്, വാർഡുകളിൽ നടക്കുകയാണ്. ആ 10ൽ ഒരു 5 എണ്ണമെങ്കിലും BJPക്ക് അനുകൂലമായാൽ അത് 52 വരും. 52 വരിക എന്ന് പറഞ്ഞാൽ RSSകാരൊക്കെ പ്രവചിച്ചിരുന്നത് പോലെ ഞങ്ങൾ എത്ര മോശം വന്നാലും 51 എന്ന് പറഞ്ഞ ഫിഗറിലെത്തും. അതായത് 52 സീറ്റ്. അതിലേക്ക് അവർക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ബാക്കി അത് ശ്രീരേഖ IPSൻ്റെ മോഹമായിരിക്കാം, BJPയുടെ മോഹമായിരിക്കാം. അത് വെട്ടിപ്പൊട്ടിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും. ഈ അവസാന ഘട്ടത്തിൽ LDF വലിയ മുന്നേറ്റം നടത്തിയെന്നൊരു പൊതുവെ ഒരു ചർച്ചാ വിഷയമുണ്ടല്ലോ. LDFന് മുന്നേറ്റമല്ല, LDFന് വന്നിരിക്കുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം, കോർപ്പറേഷൻ്റെ ഭരണവിരുദ്ധ വികാരം, ഇത് രണ്ടും ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ ഇങ്ങനെ അവരുടെ നേരെ വന്ന് ഇലക്ഷൻ്റെ തീവ്രത വന്നപ്പോൾ അത് രണ്ട് കൈവഴികളായിട്ട് തിരിഞ്ഞ് ഒരു ശകലം വെള്ളം അവരുടെ ദേഹത്ത് തെറിക്കുന്ന വിധത്തിലായി പോയിട്ടുണ്ട്. ഈ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം വലത്തോട്ട് കുറേ പോയപ്പോൾ സെൻട്രലൈസ്ഡ് ചെയ്ത് BJPയിലേക്കും കുറേ പോയി. അപ്പോൾ ഇടത്ത് നിൽക്കുന്ന ഇടതന്മാർ കുറച്ച് സേഫായിട്ടുണ്ട്. അതായത് ഭീകരമായ അവർക്ക് വരുമായിരുന്ന നഷ്ടം അവർ അവസാന ലാപ്പിൽ കുറച്ച് കുറയ്ക്കാൻ ഇതുവഴി സാധിച്ചിട്ടുണ്ട്. അത് അവരുടെ മേന്മയാണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. കാരണം കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ മേന്മയാണ്. ഇത് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കണ്ടേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതാണ് അത് മുൻകാലങ്ങളെ പോലെ BJPയുടെ വലിയ മുന്നേറ്റം കാണുമ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ LDFിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണോ അത്? അല്ല, അത്തരത്തിലൊരു കാഴ്ച ഇപ്പോൾ ഇല്ല. അത് പണ്ട് ഉണ്ടായിരുന്നതാണ്. അതായത് ഇവിടുന്ന് കുറേ മുന്നോട്ട് അപ്പുറത്തോട്ട് മാറ്റുക. പിന്നെ അത് ഇത്തവണ നടത്തിയാൽ സംഗതി പണി പാളും, അത് യാതൊരു സംശയവുമില്ല. അതായത് താങ്കൾ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ചിലപ്പോൾ LDFന് വോട്ട് ചെയ്യും, ചിലപ്പം BJPക്ക് വോട്ട് ചെയ്യും എന്നുള്ള ഇതല്ലേ നിങ്ങൾ പറയുന്നത്. അത് ഇത്തവണ ഉണ്ടാകാൻ വഴിയില്ല. അതുണ്ടായാൽ തങ്ങൾ നിർത്തിയിരിക്കുന്ന പാർട്ടി 10 സീറ്റിനപ്പുറം കോർപ്പറേഷനിൽ പിടിക്കുമെന്ന് പറയുന്നത് ഇല്ലാതായി പോകും. 20 സീറ്റെങ്കിലും പിടിക്കാനുള്ള ശ്രമമാണ്, തീവ്ര ശ്രമമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 15 പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 20 സീറ്റ് വരെ അവർ പിടിക്കാം. അങ്ങനെ പിടിച്ചാൽ ഒരുപക്ഷെ
വലിയ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ ത്രിശങ്കുവിലേക്ക് പോകാനുള്ള സാധ്യത. അപ്പോൾ ഈ കോൺഗ്രസ് എവിടെ നിന്ന് സീറ്റ് കൂടുമ്പോൾ ആർക്കാണ് നഷ്ടമുണ്ടാകുക? കോൺഗ്രസ് സീറ്റ് കൂടിയാൽ തീർച്ചയായിട്ടും അത് BJPക്ക് പിന്നെ കുറച്ച് ക്ഷീണമായിട്ട് തന്നെ വരാനാണ് സാധ്യത. പക്ഷെ അവരുടെ ശക്തി കേന്ദ്രങ്ങളുള്ളത് മുഴുവൻ തീരപ്രദേശങ്ങളിലാണ്. കഴിഞ്ഞ തവണ അങ്ങനെയുള്ളിടത്ത് LDFനും ദോഷം വരും. LDF ആണ് വിജയിച്ചത്. അങ്ങനെയുള്ളിടത്ത് LDFനും ദോഷം വരും. തീർച്ചയായിട്ടും അത് LDFനായിരിക്കും തീരദേശങ്ങളിലും. അതായത് ഒരു 10 വാർഡുകൾ വ്യക്തമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് അതിൽ തീരദേശ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന അടക്കം വരുന്ന തിരുവനന്തപുരം അടക്കം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ ചില തീരദേശ പ്രദേശങ്ങളിൽ കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾ കുറച്ച് മികവുള്ളവരാണ്. അവർ വിജയിച്ചു വരികയാണെങ്കിൽ അതിൻ്റെ നഷ്ടം LDFനാണ് ഉണ്ടാകുക. എന്നാൽ നഗരപ്രദേശങ്ങളിലെ ചില പ്രദേശങ്ങളിൽ പിന്നെ കോൺഗ്രസ് വെച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾ വിജയിക്കുകയാണെങ്കിൽ പരാജയപ്പെടുന്നത് BJPയുമായിരിക്കും. ഈ രണ്ടും ഏതാണ്ടത് മാറി മറിഞ്ഞു വരാം. അതുകൊണ്ട് വോട്ട് മറിക്കുന്ന പ്രശ്നം ഇത്തവണ നടക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സാധ്യത കുറവാണ്. കാരണം വോട്ട് മറിച്ചാൽ മറിക്കുന്നവൻ മറിഞ്ഞു വീഴും. അപ്പോൾ സാറ് പറയുന്ന മറ്റൊരു കണക്കുണ്ട്, അതാണ് എല്ലാവരും സൂചിപ്പിക്കുന്നത്. ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്നൊരു കണക്കുണ്ടല്ലോ. ആ കണക്കിനുള്ള സാധ്യത ഞാൻ പറഞ്ഞില്ലേ, ഇത് കോൺഗ്രസിൻ്റെ സീറ്റുകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ അത് ഒരു ത്രിശങ്കുവിലേക്ക് പോകാനുള്ള സാധ്യത വരാം. പക്ഷെ അത് അത്രത്തോളം പോകാൻ വഴിയില്ല. 15 അടുപ്പിച്ച് നിൽക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. തീരദേശങ്ങളിൽ ഒരു 10, സിറ്റി ഏരിയയിൽ ഒരു 5 ഒക്കെ ആയിട്ട് 5 or 6 ഒക്കെ ആയിട്ട് നിന്നേക്കാം. ഇങ്ങനെ വരികയാണെങ്കിൽ ഒരു 15-16 സീറ്റുകൾക്കകത്ത് നിന്നാൽ അത് LDFന് കൂടുതൽ ദോഷം വരികയും BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തിരുവനന്തപുരത്ത് മാറുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? മാറിക്കഴിഞ്ഞു, അതിന് സംശയമില്ല. തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി അങ്ങനെയാണ് UDF പിന്തുണയ്ക്കും അതോ LDF? ഇത് വരും ഭാവിയിൽ നമ്മൾ ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വരും ഭാവിയിൽ 2 പാർട്ടികളായിട്ട് മാറിയേ പറ്റുള്ളൂ. കാരണം കേരളത്തിലെ മുന്നണി സംവിധാനത്തിൽ ത്രികോണം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ത്രികോണം നടന്നാൽ ജനഹിതം നടപ്പിലാക്കാതെ വരും. ഇപ്പോൾ സംഭവിക്കുന്നത് അതാണ്. ഏറ്റവും വലിയ ത്രികോണം നടക്കുന്നത് കൊണ്ട് പൂർണ്ണമായും ജനഹിതം നടക്കുന്നില്ല. ജനഹിതം എന്ന് പറയുന്നത് കോൺഗ്രസിന് പോയ വോട്ടും BJPക്ക് പോയ വോട്ടും കൂടെ ചേരുന്നതാണ് ജനഹിതം, അല്ലേ? കാരണം ഭരണവിരുദ്ധ വികാരം അവിടെ രണ്ടിടത്തും കൂടെ വന്നിരിക്കുകയാണ്. അത് വരുമ്പോൾ ഏതാണ്ട് 60% അല്ലെങ്കിൽ 60% അടുപ്പിച്ച് വരികയാണെങ്കിൽ 40% കൊണ്ട് LDF ഒരുപാട് സീറ്റുകൾ നേടുന്നു എന്നുള്ളത് വന്നാൽ തീർച്ചയായിട്ടും അത് ജനഹിതത്തിന് വിരുദ്ധമാവും. ഇത് അധികം നാൾ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ജനങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നവരാണ്. അവരിനി ഭാവിയിൽ ഈ മണ്ഡലത്തിൽ BJP ആണ് ജയിക്കുന്നതെങ്കിൽ ഇയാൾ വോട്ട് ചെയ്യും, ആ മണ്ഡലത്തിൽ കോൺഗ്രസ് ആണ് ജയിക്കുന്നുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യും. ഈ രീതിയിലേക്ക് ജനഹിതം മാറി വരും. അത് അങ്ങനെ ടൈം എടുക്കുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? കാലക്രമത്തിൽ ഈ ത്രികോണം അങ്ങ് മാറും. പിന്നെ 2 ഡയറക്റ്റ് ഫൈറ്റുകളിലേക്ക് അത് പോകും. നീ എത്ര പ്രകമ്പനം കൊള്ളിച്ചാലും ജനങ്ങൾ ഒരു കാര്യം തീരുമാനിക്കും, ഇവിടെ നമുക്ക് മെച്ചപ്പെട്ടത് ഇന്ന ആളാണ്, അത് കോൺഗ്രസിൻ്റെ ആളാണ്, അവർക്ക് വോട്ട് ചെയ്യാം. അപ്പുറത്ത് BJP ആണ് മികച്ചത്, അവർക്ക് വോട്ട് ചെയ്യാം എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ ത്രികോണം മാറി പിന്നെ ഡയറക്റ്റ് ഫൈറ്റ് CPMഉം ഇവരും തമ്മിൽ വരും. അതോടുകൂടി പിക്ചർ വ്യത്യാസം വരും. പിന്നെ ഒരു സാധ്യത ഉള്ളത് കോൺഗ്രസിൽ നിന്ന് ഇതല്ലാതെ വീണ്ടും ഈ ത്രികോണത്തിലേക്ക് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നത്തെ സാധ്യത കോൺഗ്രസിൽ നിന്നുള്ള ഹിന്ദു വോട്ടുകൾ ഏതാണ്ട് പൂർണ്ണമായും BJPയിലേക്ക് വരാനുള്ള സാഹചര്യം അടുത്തു വരുന്നുണ്ട്. അത് വരികയാണെങ്കിൽ അത് വരാതിരിക്കാനാണ് ഇപ്പം ഓരോരോ സ്ഥലത്തും പ്രമുഖരെ നിർത്തി MLAമാരെ നിർത്തിയൊക്കെ മത്സരിപ്പിക്കുന്നതിൻ്റെ ഒരു ശ്രമം അവർ നടത്തുന്നത്. അത് വന്നു പോയാൽ പിന്നെ തീർന്നു, ഇനി കോൺഗ്രസിനെ പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് ആണ് അവർ വളരെ തന്ത്രപൂർവ്വം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെയും പിന്നെ ഇലക്ഷൻ പ്രചാരണ രീതികളെയൊക്കെ ആശ്രയിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും പരിശോധിച്ചാൽ ഇനി കോൺഗ്രസിന് പോകാൻ വോട്ടുണ്ടോ? ഇല്ല, അത് ചില പോക്കറ്റുകളിലുണ്ട്. അത് ന്യൂനപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ കോട്ടകളിലാണ് ഉള്ളതെന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിൻ്റെ കൂടെ മേമ്പൊടിക്ക് ഹിന്ദു വോട്ടും കൂടെ ചേരുമ്പോൾ അവർക്കത് വിജയിക്കാൻ കഴിയും. അത് കൂടുതൽ ഹിന്ദു വോട്ട് വന്നില്ലെങ്കിലും ഒരുപക്ഷെ അത്തരം പോക്കറ്റുകൾ അവർക്ക് പിടിച്ചടക്കാൻ സാധിക്കും. ഇത് നോർത്ത് ഇന്ത്യയിൽ വളരെ കുറവാണ്, പക്ഷേ സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരത്തിലുള്ള പോക്കറ്റുകൾ കൂടുതലാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സർവൈവലിന് കുറച്ചുകൂടെ സാധ്യത കേരളത്തിലാണ്. അത്ര പെട്ടെന്ന് തകരാതിരിക്കാൻ അത് കോൺഗ്രസ് നേതാക്കൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ, രാഷ്ട്രീയ പ്രവർത്തനം അടിത്തട്ടിൽ നടത്തിയാൽ മാത്രമേ അത് വിജയിക്കുള്ളൂ. ഇല്ലെങ്കിൽ BJP കൊണ്ടുവരുന്ന കൊടുങ്കാറ്റിൽ ബാക്കിയെല്ലാം ഒലിച്ചു പോവുകയും BJPയും CPMുമായിട്ട് വരികയും മുസ്ലിം ലീഗ് കാലക്രമത്തിൽ CPMൻ്റെ ഭാഗമാവുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫൈറ്റ് ഇവിടെ ആയി വരികയും ചെയ്യും. അതോടുകൂടി കോൺഗ്രസിൻ്റെ പ്രസക്തി നഷ്ടപ്പെടും.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.